ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുലിഖിതം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുക എന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ഒരു യാഥാർത്ഥ്യമാണ്. ഇതാ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചത്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോബിൻ എന്നാണ്. എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന മുതൽ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുകയാണ്, നാട്ടിൽ തന്നെ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് സ്ഥലത്തേക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഒരിടത്തുനിന്ന് പോലും ഇൻ്റർവ്യൂവിന് പോലും വിളിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വളരെയേറെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞ് 2 ആഴ്ച മുമ്പ് ഇവിടെ സെഹിയോനിൽ കൺവെൻഷൻ വരുന്നത് വെള്ളിയാഴ്ച. ഒരു ആൻറ്റി പറഞ്ഞു, ഇവിടെ കിടന്ന് വിഷമിക്കരുത്, നമുക്ക് അട്ടപ്പാടി പോയി ഒരു ഫ്രൈഡേ ഇങ്ങനത്തെ ഉള്ളൊരു ശുശ്രൂഷയിൽ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 5 ദിവസം ധ്യാനസ്ഥല ധ്യാനത്തിനല്ല, ഒരു ദിവസത്തെ ഫ്രൈഡേ ശുശ്രൂഷയ്ക്ക്, 1 ഡേ ശുശ്രൂഷയ്ക്ക് ഇവരിവിടെ വന്നു. അപ്പോൾ കൺവെൻഷൻ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞിരുന്നു, ജോലിയിൽ ഇങ്ങനെ ചാടിക്കളിക്കുന്ന കുറച്ച് പേർക്ക് 3-4 പേർക്ക് ജോലിയിൽ നല്ലൊരു ജോലി തന്ന് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെയേറെ വിശ്വാസത്തോടുകൂടി തന്നെ പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാനൊരു നേർച്ച നേർന്നു, ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% ദശാംശം കൊടുത്തോളാമെന്നും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇന്റർവ്യൂ കിട്ടുകയും എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. അതിന് പറയും ഇന്റർവ്യൂവിന് പോലും വിളിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് അത് സെലക്റ്റഡ് ആയി, അപ്പോയിന്റ് ചെയ്തു. ശമ്പളം കുറവാണോ കൂടുതലാണോ? ശമ്പളം ഞാൻ ചോദിച്ച ശമ്പളം കിട്ടിയില്ല. അവരൊരു എന്തായാലും അതിനടുപ്പിച്ചൊരു ശമ്പളം കിട്ടി. ഒരു 2 ദിവസത്തിനകത്തേക്കും ഓഫർ ലെറ്റർ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ കിട്ടുന്നില്ലായിരുന്നു. അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു. അതിനുശേഷം അവിടുന്ന് ഒരു HR ഓഫീസിൽ നിന്നൊരു ഫോൺ വന്നു. നിങ്ങൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് ഇത്രയാണോ നിങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ടു മച്ച്, അത് തരാൻ പറ്റില്ല, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന് അവരിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവെ ചതിച്ചോ, ഇത്ര സാക്ഷ്യപ്പെടുത്തിയിട്ട് ഇത് പണി വാളിയോ എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം, അതായത് ഈ വ്യാഴാഴ്ച എനിക്കൊരു ഓഫർ ലെറ്റർ അവരെനിക്ക് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചതിലും അവർ അഷ്യോർഡ് ചെയ്തതിലും ഏറ്റവും കൂടുതൽ സാലറി എനിക്ക് ഓഫർ ലെറ്റർ, കൂടുതൽ ശമ്പളം കൊടുത്ത് ഒരു ഓഫർ ലെറ്റർ അങ്ങോട്ട് കൊടുത്ത് ഇദ്ദേഹം ചോദിച്ചതിനേക്കാളും അവർ നേരത്തെ കൊടുക്കാന്ന് പറഞ്ഞതിനേക്കാളും ഉയർന്ന ശമ്പളത്തോടെ ഒരു ഓഫർ ലെറ്റർ. കർത്താവ് നോക്ക്, കർത്താവ് തൻ്റെ ദാസന്മാരെ വഴി നടത്തും. അതാണ് യേശയ്യ 58-ാം അധ്യായം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർ ദശാംശം കൊടുക്കുക, സാപത്ത് ആചരിക്കുക, ദൈവവചനം കേൾക്കുക, അങ്ങനെയുള്ള വഴികളിൽ നടത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് നിന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ സംതൃപ്തനാക്കും. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. ഈ ആത്മാവ് അവിടെ വ്യാപരിക്കുകയാണ്.
ഇപ്പോൾ ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വേണ്ടി ദൈവജനം എവിടെയെല്ലാം സമ്മേളിച്ചിരിക്കുന്നുവോ അവിടെയെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഇരിപ്പും നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ഇതെല്ലാം ആത്മാവിൻ്റെ സജീവ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് അറിയുന്നുണ്ട്. ഈ സമയം വലിയ ദൈവഭയത്തോടെ, വലിയ ദൈവസ്നേഹത്തോടെ, വലിയ ദൈവഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ആരെങ്കിലും ഇനി പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ വിളിച്ച് ഒരു ദേവാലയത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അതേ ഒരു എരിവോടും തീഷ്ണതയോടും കൂടെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഒരു കൂട്ടായ്മ നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ഒരു സാധാരണ സീരിയൽ പ്രോഗ്രാം കാണാനിരിക്കുന്നത് പോലെയോ, ടി വിയിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സിനിമ പ്രോഗ്രാം കാണാനിരിക്കുന്നത് പോലെയോ, മറ്റെന്തെങ്കിലും ഒരു സംഭാഷണം കേൾക്കാനിരിക്കുന്നത് പോലെയോ അല്ല ദൈവരാജ്യ വചന ശുശ്രൂഷകളിൽ നാം പങ്കുചേരേണ്ടത്. നാം ദൈവചിന്തയോടും ദൈവഭയത്തോടും കൂടെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ കൂടുന്ന അതേ ആ ഒരു തീഷ്ണതയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം ഇവിടെ പറഞ്ഞിരുന്ന പ്രാർത്ഥനകളൊക്കെ ഉറക്കെ പറഞ്ഞ് എല്ലാവരും നന്നായിട്ട് ഈ പ്രാർത്ഥനയോട് സഹകരിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ. ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും എല്ലാ ബാലികാ ബാലന്മാരെയും കുട്ടികളെയും യുവതി യുവാക്കന്മാരെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രോഗികളെയും ഏറ്റെടുക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. അഭിഷേകം നിറയട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനം അഴിയട്ടെ, ശക്തി നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, വലിയ ഉണർവുണ്ടാകട്ടെ. ഓ, സമൂഹങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, എല്ലാ മന്ദതയും മാറിപ്പോകട്ടെ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ വലം കൈ നീട്ടണമേ കർത്താവേ. ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ ഒരു അഭിഷേകത്തെ വർഷിക്കണമേ. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളൊരു പുതിയ അഭിഷേകം നിറയ്ക്കണമേ, ഒരു പുതിയ കൃപ നിറയ്ക്കണമേ, ഒരു പുതിയ സ്നേഹം നിറയ്ക്കണമേ, ഒരു പുതിയ ജ്വലനം നൽകണമേ. കാലങ്ങളായി എത്ര പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത പീഡകളും ക്ലേശങ്ങളും ഇന്ന് ഈ സമയം മാറിപ്പോട്ടെ കർത്താവേ. അങ്ങയുടെ ഒരു സ്പർശനം ഇവർക്ക് നൽകണമേ, ഇവർക്ക് നൽകണമേ കർത്താവേ, ഇവർക്ക് കരുണയോടെ നൽകണമേ കർത്താവേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ വീണ്ടും നാം ഒന്നിച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളെല്ലാം ഒരുമിച്ച്, കുടുംബം ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ദൈവവചനത്തിന് മുമ്പിലാണ്. അഭിഷേകാഗ്നി ശുശ്രൂഷ തുടങ്ങി ആദ്യകാലം തൊട്ട് ഇതിൽ മുടങ്ങാതെ പങ്കുചേരുന്ന വളരെ അനവധി ആളുകളുണ്ട്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് കൂട്ടിച്ചേർത്ത ആളുകളുമുണ്ട്. ആട്ടെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ നാം സ്വീകരിക്കണം എന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളും ഒരു യാഥാർത്ഥ്യമാണ്.
അത് സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അനുഭവം കിട്ടിയ ഒരു സംഭവം നിങ്ങളോട് പറയാം. ഞാൻ ഒരു വികാരിയായി അട്ടപ്പാടിയിലുള്ള ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം, അന്ന് ഈ അട്ടപ്പാടിയിലുള്ള നല്ല തെളിഞ്ഞ പ്രാർത്ഥനയുള്ള ഏതാനും അൽമായ സഹോദരങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ദൈവം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന കാലം, ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ രണ്ട് പേരായി ഭവനങ്ങളിലേക്ക് പോയി പ്രാർത്ഥിക്കുവീൻ. ഉടനെ അവർ വലിയ ഉത്സാഹശാലികളാണ്. അവർ രണ്ട് പേരായി ബൈബിളും വേദപുസ്തകവും കയ്യിൽ പിടിച്ച് ആ മലകളെല്ലാം കയറി ഇറങ്ങി എളിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു കോൺവെന്റിലെ ധാരാളം സിസ്റ്റേഴ്സ് അച്ഛൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അവർ പറഞ്ഞു, അച്ഛൻ അയച്ച ആ സഹോദരങ്ങളുണ്ടല്ലോ ഭയങ്കര ശക്തിയുള്ളവരാണ്. ഞാൻ ചോദിച്ചു, സഹോദരന്മാർ എന്താ ഉണ്ടായത്? ഞാൻ ആ സഹോദരങ്ങളെ വിളിപ്പിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ കോൺവെന്റ് ചെന്നിട്ട് വല്ല അതിക്രമം വല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്താണെന്നറിയോ? ഇവർ ഈ രണ്ട് പേരായി ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. കോൺവെന്റ് കണ്ടപ്പോൾ, അട്ടപ്പാടിയിലെ കോൺവെന്റ് ചെറിയ കോൺവെന്റ് കണ്ടപ്പോൾ അതും ഒരു വീടാന്ന് വിചാരിച്ച് ഇവർ അവിടെ കയറി പ്രാർത്ഥിച്ചു. വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നല്ല, 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സൊക്കെ പഠിപ്പുള്ള അത്രയൊക്കെ വിദ്യാഭ്യാസമൊക്കെ പ്രാർത്ഥിക്കാൻ പോയവർക്കുണ്ടായിരുന്നു. അവർ അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഇത് കോൺവെന്റ് ആണെന്ന് അറിയാം, അത് ഒരു വീടാണെന്ന് വിചാരിച്ചു അവർക്ക്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സിസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ ഇതാ ആ തൊഴുത്തിൽ ഒരു തൊഴിക്കണ പശുവുണ്ട്, അതിനൊന്ന് പ്രാർത്ഥിച്ച് നിലയ്ക്ക് നിർത്താൻ പറഞ്ഞു. ഇവർ കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ തൊഴുത്തിലേക്ക് ഓടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ ആ തൊഴിക്കണ ആ വികട പശുവിൻ്റെ മുമ്പിൽ ഇവർ ബൈബിള് വേദപുസ്തകം അങ്ങോട്ട് നിവർത്തി പിടിച്ചിട്ട് 23-ാമത്തെ സങ്കീർത്തനം അങ്ങോട്ട് ഉറക്കെ വായിച്ച് കേൾപ്പിച്ച്. ആ 23-ാം സങ്കീർത്തനം വായിച്ചിട്ട് ഇവർ പശുവിനോട് പറഞ്ഞു, പശു നീ ഇനിമേൽ തൊഴിക്കരുത്, നന്നായിട്ട് പാല് കൊടുക്ക്. ഈ കോൺവെന്റ് സിസ്റ്റർമാർക്ക് നിന്നെക്കുറിച്ച് ഒരു മതിപ്പുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിസ്റ്റർമാർ എന്നോട് പറയുകയാണ്, ഏത് കൊച്ചുകുട്ടിക്കും പോയി കറക്കാം, അതേമാതിരി ആ പശു നല്ല ഡിസിപ്ലിനുള്ള പശു. ആ പശുവിന്റെ വികട സ്വഭാവം പോയി, ബഹളി സ്വഭാവം പോയി, തൊഴിക്കുന്ന സ്വഭാവം പോയി, 4 കാലും പറിച്ച് ചാടുന്ന സ്വഭാവം മാറി. ഇതെല്ലാം മാറി ആ പശു നല്ല തെളിഞ്ഞ സൗമ്യതയുള്ള പശുവായിട്ട് അങ്ങോട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ആ സിസ്റ്റേഴ്സ് എല്ലാം എൻ്റെ സുവിശേഷ വേല ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നല്ല ബഹുമാനം. അവരാണ് പല ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ, ദൈവവചനത്തിൽ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ സുവിശേഷ വേലയിൽ വളരെ ഉന്നതമായ സ്ഥാനം വഹിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് നിരവധി സിസ്റ്റേഴ്സിനെയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനോട് എനിക്ക് ബഹുമാനമുണ്ട്. കാരണം സമർപ്പിതർ എൻ്റെ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം ചെയ്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സിസ്റ്റേഴ്സ് പറയുകയാണ്, ഇതാ എത്രമാത്രം ടെക്നിക്കുകളോ പല കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കാത്ത പശുവിൻ്റെ സ്വഭാവം മാറി. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചിന്തിച്ചു, ദൈവമേ, സാധാരണ ബൈബിളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, അവർ സാധാരണ മനുഷ്യരാണ്. പക്ഷേ അവർ ഈ ബൈബിൾ വായിച്ചിട്ട് ആ പശുവിനോട് മര്യാദയ്ക്ക് പറഞ്ഞു, പശു ഇനി തൊഴിക്കരുത്. ആ ക്ഷണത്തിൽ ആ പശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ചു. ആ പശുവിൻ്റെ സ്വഭാവം മാറി, ആകെപ്പാട് വ്യത്യാസം ഉണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിവിശേഷങ്ങൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ദൈവവചനപ്രകാരം ഞാൻ മനസ്സിലാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൂരസ്ഥർക്കും സമീപസ്ഥരുമായ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ളതാണ്. സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ഞാനും നിങ്ങളും വിശ്വസിക്കണം. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം, ഈ മതബോധന ഗ്രന്ഥത്തിൽ 113-ാം ഖണ്ഡികയിൽ ഇതാ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്?
പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം പിതാവിനെയും പുത്രനെയും എന്ന പോലെ പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുക എന്നതാണ്. ദൈവമക്കൾ എന്ന നിലയിൽ സ്വർഗസ്ഥനായ പിതാവിനെ അറിയുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നെന്ന് വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ദൈവാത്മാവാൽ ചലിപ്പിക്കപ്പെട്ട് നമുക്ക് ഭൂമുഖം പരിവർത്തനം ചെയ്യിക്കാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ സ്വീകരിച്ചാൽ ഈ ദൈവാത്മാവിനാൽ നാം ചലിപ്പിക്കപ്പെട്ട് ഈ ഭൂമുഖത്തെ നവീകരിക്കാൻ കഴിയും എന്നാണ് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുമ്പോൾ നാം വിശ്വസിച്ചേറ്റ് പറയുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? 113-ാമത്തെ ഖണ്ഡികയിൽ താൻ ശിഷ്യരുടെ കൂടെ ഇല്ലാത്ത കാലം വരുമ്പോൾ മറ്റൊരു സഹായകനെ അയക്കുമെന്ന് യേശു തൻ്റെ മരണത്തിന് മുമ്പ് അവരോട് വാഗ്ദാനം ചെയ്തിരുന്നു. ആദിമസഭയിലെ ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടപ്പോൾ യേശു അർത്ഥമാക്കിയത് എന്താണെന്ന് അവർ മനസ്സിലാക്കി. അവർക്ക് തങ്ങളുടെ വിശ്വാസത്തിൽ അഗാധമായ ഉറപ്പും സന്തോഷവും തോന്നി. അവർ സവിശേഷ സിദ്ധികൾ സ്വീകരിച്ചു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവർക്ക് പ്രവചിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനും അത്ഭുത കൃത്യങ്ങൾ നടത്താനും സാധിച്ചു. അത്തരം ദാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരും ഈ അനുഭവങ്ങൾ ഉള്ളവരും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ബെനഡിക്റ്റ് പാപ്പ ഈ യുവജന മതബോധന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവര്, ഈ പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ സ്വീകരിച്ചവര് ഇന്നും നമ്മുടെ ഈ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ വിശ്വാസത്തിൽ അഗാധമായൊരു ഉറപ്പ്, അതുപോലെ തന്നെ ദൈവത്തിന്റെ പുതിയ പുതിയ അനുഭവങ്ങൾ, ദൈവശക്തിയാലും ദൈവവചനത്താലും പുതിയ പുതിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇതെല്ലാം ഈ ആത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഈ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം, അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആ വചനം നേരിട്ട് പറയാം. അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഓരോ മനുഷ്യനും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ ക്ഷണമുണ്ട്. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, ഈ ആത്മാവിന് ശക്തിവിശേഷങ്ങൾ നമ്മളിൽ നിറയാൻ തുടങ്ങും. ഈ ആത്മാവിന്റെ ദാനങ്ങൾ നമ്മൾ നിറയാൻ തുടങ്ങും. നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ചിന്താരീതികൾ മാറും, നമ്മുടെ ജീവിതത്തിൽ നടപ്പും ഇടിപ്പും ആ രീതികളെല്ലാം വ്യത്യാസപ്പെടും. ഒരുപാട് മണ്ഡലങ്ങളിൽ ഈ ആത്മാവിന് നമ്മളെ പുതുക്കി പണിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ പുതുക്കി പണിയുന്നതിനൊപ്പം തന്നെ ഈ ആത്മാവ് നമുക്ക് മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള പുതിയ പുതിയ അഭിഷേക സിദ്ധികൾ നൽകും. യുവജന മതബോധന ഗ്രന്ഥത്തിൽ 119-ാമത്തെ ഖണ്ഡികയിൽ വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, തികഞ്ഞ സ്വീകരണക്ഷമതയുള്ളവർക്ക് ഇന്നും അവിടുന്ന് കൃപകളുടെ ദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ആരാണോ ഇന്ന് സ്വീകരിക്കുന്നത് അവർക്കിന്ന് കർത്താവ് അത് കൊടുക്കുകയാണ്. ആ എളിയ 2 സഹോദരങ്ങൾ, അതിൽ ഒരാൾ 1-ാം ക്ലാസ്സിൽ 5 മാസേ പോയിട്ടുള്ളൂ, മറ്റൊരാള് 1-ാം ക്ലാസ്സിൽ 2-ലൊക്കെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് വരെ കഷ്ടിച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പോലും അവർ ആത്മാവിനെ സ്വീകരിച്ചു, ഈ ആത്മാവിന് വേണ്ടി ദാഹിച്ചു, ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, കൈയടിച്ചു, പാടി, മുട്ടുമേൽ നിന്നു, കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അവരുടെ മേൽ ഈ അഭിഷേകം അവർ പ്രാപിച്ചു. അതുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ആ ആത്മായ സഹോദരങ്ങളുടെ വലിയ കൃപയൊഴുകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജന മതബോധന ഗ്രന്ഥം 128-ാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തി ഈ ആത്മാവിന് വേണ്ടി തന്റെ ഹൃദയത്തെ തുറന്നാൽ, 128-ാമത്തെ ഖണ്ഡിക പഠിപ്പിക്കുന്നു, തൻ്റെ ലളിത ദാനങ്ങളും അസാധാരണ ദാനങ്ങളുമാകുന്ന സിദ്ധികൾ അവിടുന്ന് അവരുടെ മേൽ വർഷിക്കുന്നു. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും ഇന്നും യഥാർത്ഥ അത്ഭുതങ്ങൾ അനുഭവിക്കാനാവും. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം തങ്ങളെ എന്താക്കി തീർക്കുമെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ.
ഇന്ന് ഈ ലോകത്തിൽ അനേക സഹോദരി സഹോദരങ്ങൾ, അനേകം വൈദികർ, അനേകം സിസ്റ്റേഴ്സ് ഈ ആത്മാവിന് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് ഈ ആത്മാവിനാൽ വൻ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് സാക്ഷികളായി നമുക്ക് മധ്യേ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവജന മതബോധന ഗ്രന്ഥത്തിൽ 120 ഖണ്ഡികയിൽ സഭ വീണ്ടും നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എത്രമാത്രം നമ്മൾ തുറവിയുള്ളവരായിരിക്കുന്നുവോ അത്രമാത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിരിക്കും. സഭയുടെ പടുത്തുയർത്തലിന് വേണ്ടി ഇന്നും അവിടെ നമുക്ക് ദാനങ്ങളും സിദ്ധികളും നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രാർത്ഥനയിൽ മുരടിച്ചിരിക്കുകയാണ്. ഇന്ന് ആത്മീയമായ അനുഭവമില്ല, വിശ്വാസം ക്ഷയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് പരിശുദ്ധാത്മാവിനോട് ഹൃദയം അടഞ്ഞുപോയി, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോട് ഹൃദയം അടഞ്ഞുപോയി, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങളോട് പ്രതികരിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മരവിച്ചു പോയി. ഇന്ന് കർത്താവിൻ്റെ സന്നിധി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ കൂടുതൽ എൻ്റെ ഹൃദയം തുറക്കണം. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയം കൂടുതൽ കൂടുതൽ തുറക്കണം. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം. അതിനെന്നെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഈ സമയം എഴുന്നേറ്റ് നിൽക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഈ ആത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം എന്നറിയാൻ വേണ്ടി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, നിറയണമേ, നിറയണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുലിഖിതം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവതാരം ചെയ്തവനേ ആരാധന, ആരാധന. വചനം തിരുമാംസമായി മാനവനേകിയോനേ ആരാധന, ആരാധന. ആദിയിലുള്ളവനേ ആയിരിക്കുന്നവനേ വീണ്ടും വരുവാനുള്ളവൻ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ആത്മാവിലെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ആത്മാവിലെന്നും ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ഹൃദയം എത്രത്തോളം നാം തുറക്കുന്നുവോ അത്രയധികം ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയും. 2 കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. കുട്ടികളും വിദ്യാർത്ഥിനികളും കുടുംബങ്ങളെല്ലാം ഇപ്പോൾ വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ.
ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. നമുക്ക് സംരക്ഷകൻ, നമുക്ക് അഡ്വക്കറ്റ്, നമുക്ക് ടീച്ചർ, നമുക്ക് നല്ല ഫ്രണ്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു. കൈകൾ ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, 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 നിറയണമേ. ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ആരാധന, ആരാധന.